ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീകൃഷ്ണ പത്മ എന്ന ചാനലിലേക്ക് സ്വാഗതം. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷ ദ്യുതരുഗേ സലയം നാദദേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ത്വാം നിശേഷാതാപാൻ പ്രതിഷദു പരമാനന്ദ സന്തോഹലക്ഷ്മീ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭൗതികതയും ആധ്യാത്മികതയുമാണ്. നമ്മുടെ മനസ്സ് ഭൗതികതയിലുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ നശ്വരമായ പണം, പ്രശസ്തി, ബംഗ്ലാവ്, കാറ്, സ്വർണ്ണാഭരണങ്ങൾ, ഇതിലൊക്കെ നമ്മുടെ മനസ്സ് ആസക്തരായാൽ അതിനെ നമ്മൾ ആ മനസ്സ് മോഹിക്കുകയും നമ്മൾ അതിലങ്ങനെ അറ്റാച്ച്ഡായി പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ലൗകികവാദിയായിട്ടുള്ള ഒരു ഭക്തന്, അതായത് അവരും ഭക്തന്മാരായിരിക്കുമല്ലോ, ഭക്തന് ഒരിക്കലും കൃഷ്ണനെ പ്രാപ്തമാക്കാൻ സാധിക്കില്ല. നമ്മൾ ഭൗതികതയിൽ നിന്നുകൊണ്ട് അതിൽ ഒരു ലേശം പോലും അറ്റാച്ച്ഡ് ആവാതെ എല്ലാം നമ്മൾ ചെയ്യണം. എല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് അതിലൊരു തരുമ്പ് പോലും നമ്മൾ അറ്റാച്ച്ഡ് ആവാതെ നമ്മൾ ഭക്തിയിൽ ഉയരുന്നൊരു വ്യക്തിക്ക് മാത്രമേ കൃഷ്ണനെ പ്രാപ്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ നമ്മുടെ മനസ്സിൽ ചെറിയ കണിക പോലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ ഉണ്ടെങ്കിൽ, അതിൽ നമ്മുടെ മനസ്സ് എപ്പോഴും അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ, ആസക്തരായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ മായ ബാധിക്കാൻ സാധ്യതയുണ്ട്. മായ ബാധിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും കൃഷ്ണനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഭഗവാന്റെ പ്രസൻസ് മനസ്സിലാക്കാനും സാധിക്കില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ ചേഞ്ചസ് വരുത്തിയാൽ മാത്രമേ നമുക്ക് ഈ ആധ്യാത്മികതയിൽ ഉയരാനായിട്ട് സാധിക്കുകയുള്ളൂ. നോക്കൂ, ഞാൻ വളരെ ആധ്യാത്മികതയിൽ ഉയർന്നൊരു വ്യക്തിയാണ്. ഭഗവാന്റെ പ്രസൻസ്, ഭഗവാന്റെ പരമാനന്ദം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. പക്ഷേ എവിടെയോ ജീവിതത്തിന് ഇടയിൽ എവിടെയോ, അല്ലെങ്കിൽ ഭഗവാന്റെ പരീക്ഷണം ആണെന്ന് പറയാം, വീട് എന്നുള്ളൊരു മോഹം ആരൊക്കെയോ പറഞ്ഞ് കുത്തി മനസ്സിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. അപ്പം അതിനെക്കുറിച്ച് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. അവസാനമാണ് നമുക്ക് മനസ്സിലായത് അത് വെറും നടക്കാത്ത സംഭവമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി. ഭക്തി ഇല്ലാതാവുക മാത്രമല്ല ചെയ്തത്, മനസ്സിൽ മൈൻഡ് തളരുകയാണ് ചെയ്തത്. പക്ഷേ അപ്പോഴും ഭഗവാനെ വിളിച്ചത് കാരണം അതിൽ നിന്നും ഉയർന്നു വരാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള വസ്തുക്കളെ നമ്മൾ ആകൃഷ്ടമായാൽ നമുക്ക് കൃഷ്ണനിൽ നിന്നും കുറച്ച് നമ്മൾ അകലുക തന്നെ ചെയ്യും. കംപ്ലീറ്റ്ലി ഇപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്, വള മാല എല്ലാം നമ്മൾ ഇടുന്നുണ്ട്, എല്ലാ ഭൗതിക സുഖങ്ങളും നമ്മൾ ആസ്വദിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്, ആസക്തരാവരുത്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ മൈൻഡിനെ നമ്മൾ പരിശീലിപ്പിക്കണം. അങ്ങനെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ നമുക്ക് ഭക്തിയിൽ കൂടാതെ നമ്മൾ ഭക്തിയിൽ ഉയരാനായിട്ട് ശ്രമിക്കുകയും വേണം. അപ്പോൾ നമുക്ക് കൃഷ്ണനെ പ്രാപ്തമാക്കാൻ സാധിക്കും. ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നമ്മൾ നല്ല അണിഞ്ഞൊരുങ്ങി ചെയ്യരുത്, അങ്ങനെയൊന്നും ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഭഗവാന് ഏറ്റവും ഇഷ്ടം എല്ലാം നമ്മൾ അണിഞ്ഞൊരുങ്ങി, നല്ല സ്ത്രീകളാണെങ്കിലും എല്ലാവരും നല്ല വൃത്തിയിൽ നല്ല അണിഞ്ഞൊരുങ്ങി നടക്കണം ഇഷ്ടം. അതങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മൈൻഡിനും
പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത് അല്ലേ. പക്ഷേ അതല്ല അതിൽ. പക്ഷെ നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളതിൽ ആസക്തരാകരുത്. ഭൗതികതയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും ആസക്തരാവാതെ നമ്മൾ ഭക്തിയിൽ ഉയരാനായിട്ട് ശ്രമിക്കണം. അതല്ലാതെ ഈ മൈൻഡിനൊരു പ്രത്യേക ഇതാണ് ഒട്ടിപ്പിടിക്കുക. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ മനസ്സതിനെ ഒട്ടിപ്പിടിക്കുക. ഇത് മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഒട്ടിപ്പിടിക്കേണ്ടത് കൃഷ്ണനെ ആയിരിക്കണം. അങ്ങനെ കൃഷ്ണനെ ഒട്ടിപ്പിടിക്കണമെങ്കിൽ കൃഷ്ണനിൽ നിന്ന് എന്തെങ്കിലും ഒരു സുഖം അല്ലെങ്കിൽ ഒരു ആനന്ദം നമുക്ക് ലഭിക്കണം അല്ലേ. ആ ആനന്ദം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഭൗതിക സുഖങ്ങളിലേക്ക് തേടി നമ്മൾ പോവില്ല. അതിൻ്റെ ഒരു ചെറിയ കണിക കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ മനസ്സ് തളർന്നിട്ട് പോലും അതിൽ നിന്നും ഉയർന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് പരമാനന്ദം നമുക്ക് ലഭിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ എനിക്ക് പറയാനുള്ളത് കൃഷ്ണനാണ് ആനന്ദം. കൃഷ്ണനാണ് എല്ലാം. ശക്തിയും ധൈര്യവും ഒക്കെ നമുക്ക് തരുന്നത് കൃഷ്ണനാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കലിയുഗത്തിൽ ഭഗവാൻ അവതരിക്കുമോ എന്ന് കുറേ വീഡിയോസിൽ ഞാൻ കേട്ടു. തീർച്ചയായും ഭഗവാൻ കലിയുഗത്തിൽ എങ്ങനെ അവതരിക്കുമെന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് ഭഗവാൻ അവതരിക്കുക. അവതരിച്ചിട്ടുണ്ട്. ഇനി അവതരിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം ആ ഭാഗവതത്തിൽ പറയുന്നത് നമ്മുടെ ഓരോ ആത്മാവിലും ഭഗവാൻ അവതരിക്കുന്നു. ഒരു അധർമ്മം വർദ്ധിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ ആത്മാവിൽ, നമ്മുടെ സോളിൽ വരും എന്ന് പറയുന്നുണ്ട്. അത് സത്യം തന്നെയാണ് കേട്ടോ. ഞാൻ കൃഷ്ണനെ കണ്ടത് എൻ്റെ സോളിലുള്ള ആ മൂമെൻറ്റ്സിലും പുറത്തും ഞാൻ കണ്ടിട്ടുണ്ട്. സോളിലുള്ള ആ മൂമെൻറ്റ്സായിട്ട് ഭഗവാൻ വന്നിട്ടുണ്ട്. അതുപോലെ പുറത്ത് വന്നിട്ടുണ്ട്. അതാണോ ഈ കലിയുഗത്തിലെ കൃഷ്ണൻ എന്നെനിക്കറിയില്ല. അടുത്ത ഇനി കൃഷ്ണൻ ശരിക്കുള്ള മനുഷ്യരൂപമായിട്ട് ഭഗവാൻ വരുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ ഭഗവാൻ കൃഷ്ണനെ കണ്ടത് എൻ്റെ സോളിൽ ആ മൂമെൻറ്റ്സാണ് ഭഗവാനെ ഞാൻ അങ്ങനെയാണ് ദർശിച്ചത്. പിന്നെ പുറത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ബ്ലാക്ക് ട്രാൻസ്പെറൻറ്റ് രൂപത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അധർമ്മം വർദ്ധിക്കുമ്പോൾ തീർച്ചയായും ഭഗവാൻ വരും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.